ഹിന്ദിനെ കുറിച്ചിട്ട് കുറച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് മെറീന ബീച്ചിട്ടാ, മെറീന ബീച്ചാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ ഘട്ടങ്ങളായിട്ട് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഹിന്ദിനെ കുറിച്ചിട്ട് പറഞ്ഞതിൽ കുറച്ച് ആ മ്യൂസിയത്തിൽ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൂടാതെ ഇപ്പോൾ ഇതന്നെ കരുണാനിധിയുടെ മ്യൂസിയമാണത്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് ആ ഹിന്ദി എന്ത് ചെയ്യണം, ഹിന്ദി വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് ആദ്യം ഇവിടെ ഒരു സമരം പോലെ തുടങ്ങിയത് 1960-ലാണ്. 1960-ലാണ് 66-ലാണ് തുടങ്ങിയത്. അന്നൊരു 60 പേര് 100 പേര് അങ്ങോട്ട് ഈ ഹിന്ദിയുടെ ഇതിൻ്റെ പേര് പറഞ്ഞ് സമരം ചെയ്തിട്ട് അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറേ പേരെ അങ്ങനെ അന്ന് വെടിവെച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഭാഷയ്ക്ക് വേണ്ടി തായ്മൊഴി തമിഴ് മൊഴി എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ ജീവൻ ത്യാഗം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും അതിനൊക്കെ ആ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ കരുണാനിധിയായിരുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പ്രസക്തിയാണ്, ഭയങ്കര പബ്ലിസിറ്റിയാണ്. അതുകൊണ്ട് ശരിക്കും വിദേശികളടക്കം അദ്ദേഹത്തിന് വലിയ ഒരു നേതാവായിട്ടാണ് കാണുന്നത്. പിന്നെ എംജിആറിനെ കുറിച്ച് പറയണ്ടല്ലോ, അമേരിക്ക അല്ലേ, അമേരിക്ക പോലും ബിൽ ക്ലിൻ്റൺ പോലും അദ്ദേഹത്തിനെ കുറിച്ച് വാഴ്ത്തി പാടിയിട്ടുള്ളതാണ് ഇന്നും. പിന്നെ അയൺ ലേഡി എന്ന് പറയുന്ന ഒരു ആളാണ് ജയലളിത അമ്മ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഇത്രയും പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് രാഷ്ട്രീയ കാരനാണല്ലേ കരുണാനിധി. അദ്ദേഹത്തിൻ്റെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര ചങ്കുറപ്പല്ലേ. അപ്പോൾ ജയലളിത അമ്മേനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല, അത്രയും വാക്കുകൾ പറയാനില്ല. അത് അത്രയും പവർഫുള്ളാണ്. അയൺ ലേഡി തന്നെ, ശരിക്കും പറഞ്ഞാൽ ലേഡിയാണ്. പക്ഷെ എന്തായാലും ഈ സംസ്ഥാനത്തിന് വലിയ ഭാഗ്യം ഇല്ല എന്ന് പറയണം. ഒരു കാലത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് അത് തിരുത്തപ്പെട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും അമ്മ എന്നാണ് വിളിക്കുക അല്ലേ. ജയലളിത എന്നാരും പേരെടുപ്പ് പറയില്ല, അമ്മ എന്നാണ് പറയുക. അത്രയും സ്നേഹമാണ് അമ്മ എന്ന് പറയുന്നത്. ഇത്ര സ്വന്തം അമ്മേനെ പോലെയാണ് നോക്കിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താ ചെയ്യുക, ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഒരു രാഷ്ട്രീയക്കാരുടെ പ്രായമല്ല അല്ലേ മരണം. ആ പ്രായമൊന്നും അത്ര പെട്ടെന്ന് മരിക്കേണ്ട ആൾക്കാരല്ല അല്ലേ. പക്ഷേ എന്താ ചെയ്യുക, പെട്ടെന്ന് അങ്ങനെ ഒരു മരണം സംഭവിക്കുകയും ചെയ്തു, മരിച്ചു. അത് തീരാ നഷ്ടമായിട്ടാണ് തമിഴ്നാട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും തമിഴ്നാട്ടിലൊരു അതിനുശേഷം ഒരു നല്ലൊരു നേതാവിനെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ നിലവിൽ സ്റ്റാലിൻ ഒക്കെ തമിഴ്നാട് മുഖ്യമന്ത്രി ആയാലും, പക്ഷേ ഇപ്പോഴും ജയലളിത അമ്മയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നുള്ള ധാരണയിലാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ മരിച്ചതിന് ശേഷം ഇന്ന് ഒരുപാട് ആൾക്കാർ, അമ്മ മരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ അമ്മയുടെ അത് അണ്ണാ DMK എന്ന പാർട്ടീനെ പലതരത്തിൽ വെട്ടി മുറിച്ച് കഷ്ണമാക്കിയിട്ട് ഒരു 100 നേതാക്കന്മാരായി, ഒന്നുമില്ലാത്ത പോലെ. എന്നാലും അമ്മയുടെ പേരും പറഞ്ഞാണ് അവർക്ക് 4 വോട്ട് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഇവിടെ നേരിൽ വന്ന് നമുക്കിത് കാണാനും ഇതൊക്കെ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിനൊക്കെ നന്ദി എനിക്ക് പറയാനുള്ളത്, നന്ദി പറഞ്ഞ സ്നേഹം പറയാനുള്ളത് ബിജു വാസുദേവ് ചേകവർ പറഞ്ഞ ചേട്ടനാണ്. അദ്ദേഹമാണല്ലേ ഈ ഓഫർ എനിക്ക് തന്നത്, ഈ ഗിഫ്റ്റ് തന്നത്, ഫ്ലൈറ്റിലും ചെന്നൈ ചുറ്റിക്കറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും തന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് അനഘമോളോടും ജിത്തുമോനോടും പിന്നെ സുനിച്ചേട്ടാ, പിന്നെ അതുപോലെ ഓരോരുത്തരും രജിനത്ത് തൊട്ട് ചേച്ചി തൊട്ട് ചേച്ചി തൊട്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ യൂട്യൂബിലൂടെയൊക്കെ എനിക്ക് കിട്ടി. ഒരുപാട് സ്നേഹമുള്ള സുഹൃത്തുക്കളൊക്കെ കിട്ടി. അപ്പോൾ എനിക്കൊന്നും അവരുടെയൊക്കെ പറയാനായിട്ട് വാക്കുകളില്ല. അത്രയധികം സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. എന്തായാലും നല്ലൊരു വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ലോങ് വീഡിയോസ് അടിപൊളിയായിട്ട് നല്ല പക്കായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. എല്ലാം കണ്ടു, അടിപൊളിയായിട്ട് കണ്ടു. ഇനി തിരിച്ച് എയർപോർട്ടിലേക്കാണ്. ഒന്ന് ബീച്ചൊന്നും കാണുന്നുണ്ട്, പക്ഷെ അവിടെ ചെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റുന്ന തോന്നുന്നില്ലേ, നല്ല വെയിലല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ റെക്കോർഡ് ചെയ്യാം, വേറെ ഒന്നും ചെയ്തില്ല. എന്തായാലും ആ രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നു, തിരിച്ചറിഞ്ഞൊന്ന് സംശയം റെക്കോർഡ് ചെയ്തുകൊണ്ടാണ്. എന്തായാലും ഓക്കെ, എന്തായാലും ഇനി വരാം. എന്തായാലും അടുത്ത ലൈവിൽ വരാം.